CPIയും അതിൻ്റെ മുഖപത്രമായ ജനീയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലയനം എന്ന തരത്തിലൊരു മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. അതിപ്പോൾ അജണ്ടയിലെടുക്കുന്നത് കുറച്ച് അകാലികമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് പാർട്ടികളും ഭിന്നിക്കുന്നതിനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഇരു പാർട്ടികളുടെയും വ്യത്യസ്ത നിലപാടുകളായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇക്കഴിഞ്ഞ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികൾ പൊതുവിലും യോജിച്ചാണ് നേരിട്ടതെങ്കിലും CPIയുടെ തെലങ്കാന ഘടകം, പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട തെലങ്കാന സംസ്ഥാന ഘടകം കോൺഗ്രസുമായിട്ട് യോജിച്ചാണ് അവിടെ മത്സരിച്ചത്. അവിടെ CPMഉം CPIയും രണ്ട് നിലപാടുകളാണ്. പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്, ആന്ധ്രയുടെ ഭാഗമാണ്. തെലങ്കാന സമരമൊക്കെ നടന്ന പാരമ്പര്യമുള്ള സ്ഥലമാണ്. തെലങ്കാന സമരമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന് നടത്തിയിട്ടുള്ള, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ സമരം. ആ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള തെലങ്കാന സംസ്ഥാനത്ത് CPMഉം CPIയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടവ് നയത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാതെ തിടുക്കത്തിൽ ഇരു പാർട്ടികളും ലയിക്കണം എന്ന ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമാവില്ല. രണ്ട് പാർട്ടികളും ഇപ്പോൾ യോജിച്ച് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ യോജിപ്പ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്.